നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എംഐയെ തോൽപ്പിച്ചിരിക്കുന്നു KKR. സീസണിൻ്റെ തുടക്കത്തിൽ വീണുപോയ KKR അതിശക്തമായി തിരിച്ചെത്തി. ഇപ്പോൾ തുടരൻ വിജയങ്ങൾ 6ാം സ്ഥാനത്തേക്ക് അവരെത്തുന്നു. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, തുടക്കത്തിൽ കുതിച്ചു പാഞ്ഞ ഒരു ടീമുണ്ടല്ലോ, PBKS. അന്ന് PBKSനുണ്ടായിരുന്ന അതേ പോയിന്റുകൾ, അതായത് PBKS പിന്നെ തുടരൻ തോൽവികളായി. KKR നേരെ തിരിച്ച്, ആദ്യം തോൽവികൾ പിന്നെ വിജയമായി. PBKSനും KKRനും ഒരേ പോയിന്റുകൾ, 13 വീതം പോയിന്റുകൾ. പ്ലേ ഓഫ് റേസ് അവസാന റൗണ്ടിലേക്ക് മാറുമ്പോൾ RRന് തന്നെയാണ് മുൻതൂക്കം. 14 പോയിന്റുമായിട്ട് അവർ നിൽക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അവസാന കളിയിൽ അവർ കാലിടണം. അങ്ങനെ വന്നാൽ PBKSനും KKRനും ഒക്കെ സാധ്യത ഉയരും. CSKക്കും DCക്കും 12 വീതം പോയിന്റുകളുണ്ട്. ഏതായാലും അവസാന ദിവസം വരുന്ന ഞായറാഴ്ച മാത്രമാണ് ഇതിലൊരു ഫൈനൽ തീരുമാനമാവുകയുള്ളൂ. ഏതായാലും തുടരൻ വിജയങ്ങൾ അതിൻ്റെ അവസാനം ഇതാ മുംബൈയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മനീഷ് പാണ്ഡെയുടെ കാര്യം എടുത്ത് പറയണം. മനീഷ് പാണ്ഡെ, അദ്ദേഹം ഈ സീസണിൽ ഇതുവരെ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം ഇതാ ബാറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല, പ്ലെയർ ഓഫ് ദി മാച്ച് മുംബൈ ഇന്ത്യൻസിനെതിരെ നേടുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും KKR 4 വിക്കറ്റിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത്. ഇടയ്ക്ക് മഴ ഒന്ന് തടസ്സപ്പെടുത്തിയ കളിയാണ്. പക്ഷേ 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് മാത്രമാണ് മുംബൈ ഇന്ത്യൻസ് അടിച്ചത്. 18.5 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്ന KKR 7 പന്തുകൾ ശേഷിക്കെ 4 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കി. KKRന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നിങ്സാണ് മനീഷ് പാണ്ഡെ കളിച്ചത്. ഒപ്പം റോമൻ പവലും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ നൽകുകയുണ്ടായി. മറുഭാഗത്ത് മുംബൈ ഇന്ത്യൻസ് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ അവരുടെ ടോപ്പ് ഓർഡർ തകരുന്നത് വീണ്ടും തുടർന്നു. റിക്കിൾട്ടൺ 6 റൺസ്, രോഹിത് ശർമ്മ 15 റൺസ്, നമൻതിർ ഡക്ക്, സൂര്യകുമാർ യാദവ് 15. പിന്നെ തിലക് വർമ്മ 32 പന്തുകൾ നേരിട്ട് 20 റൺസ് അടിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യ 27 പന്തിൽ നിന്ന് 26 റൺസ്, വിൽ ജാക്സ് 14 റൺസ് 7 പന്തുകളിൽ നിന്ന്. റൺസ് അവസാനം ഫിനിഷ് ചെയ്ത് മോശമല്ലാത്തൊരു സ്കോറിലേക്ക് കൊണ്ടുപോയത് കോർബിൻ ബോഷിൻ്റെ ഇന്നിങ്സാണ്. അദ്ദേഹം 18 പന്തിൽ നിന്ന് 3 4 ബ്ലഡ് 6 അടക്കം 32 റൺസ് അടിച്ച് പുറത്താകുന്നു. ചാഹർ 10 റൺസാണ് അടിച്ചത്. മികച്ച ബൗളിംഗ് പ്രകടനമാണ്. ക്യാമറൺ ഗ്രീൻ 3 ഓവറിൽ 23 റൺസിന് 2 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സൗരഭ് ദ്യൂബെ 2 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. ഒപ്പം കാർത്തിക് ത്യാഗി 4 ഓവറിൽ 37 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഇതിനൊക്കെ അപ്പുറം സുനിൽ നാരായണൻ്റെ ഒരു സ്പെല്ലുണ്ട്. അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് 4 ഓവറിൽ അദ്ദേഹം വെറും 13 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 1 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ KKRന് തിരിച്ചടിയേറ്റു. അതായത് ഫിനാലിനെ അവരുടെ കഴിഞ്ഞ കളികളിലൊക്കെ വെടിക്കെട്ട് ബാറ്റർ 8 റൺസുമായിട്ട് മടങ്ങി. എന്നാൽ അജിങ്ക്യ രഹാനെക്കൊപ്പം മനീഷ് പാണ്ഡെ എത്തുന്നു. രഹാൻ 21 റൺസുമായിട്ട് മടങ്ങി. പക്ഷേ മനീഷ് പാണ്ഡെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. ക്യാമറൺ ഗ്രീന് 4 റൺസ്, പാണ്ഡെ 33 പന്തിൽ നിന്ന് 6 ഫോർസ് ആയത്തോടെ 45 റൺസ് അടിച്ചപ്പോൾ പവൽ 30 പന്തിൽ നിന്ന് 40 റൺസ് അടിച്ചു. റിങ്കു സിംഗ് 9 റൺസാണ് അടിച്ചത്. ദാഹിയ 11 റൺസ്, റോയി 4 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. ഏതായാലും ഒടുവിൽ 7 പന്തുകൾ ശേഷിക്കെ അവർ വിജയലക്ഷ്യം മറികടന്നു. KKR 13 കളികളിൽ നിന്ന് 13 പോയിന്റുമായിട്ട് 6ാം സ്ഥാനത്ത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.